ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണി കാണാൻ ഒരുങ്ങി മലയാളികൾ. ഇനി വരുന്ന ഒരാണ്ട് മുഴുവനും സമ്പത്തും സന്തോഷവും സമാധാനവും നിറഞ്ഞിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വിഷുക്കണി ദർശനം. ജില്ലാ വാർത്തകളുടെ എല്ലാ പ്രേക്ഷകർക്കും വിഷു ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണിയൊരുക്കി മേടമാസ പുലരിയെ വരവേറ്റ മലയാളികൾ. നീറ്റ് പരീക്ഷയിൽ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി. വടക്കൻ മലബാറിലെ പ്രധാന കഞ്ചാവ് ഏജന്റ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. ഐശ്വര്യത്തിന്റെ പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷത്തിൽ. വിഷുവിനെ കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളാണ് ഉള്ളത്. ഐതിഹ്യത്തിനപ്പുറം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് വിഷു. കാർഷിക സമൃദ്ധിയുടെ തുടക്കം പടക്കം പൊട്ടിച്ചും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും മലയാളികൾ ആഘോഷത്തിമർപ്പിലാണ്. മേടപ്പുലരിയുടെ വരവ് വിളിച്ചോതിക്കൊണ്ട് നാടെങ്ങും കണിക്കൊന്നകൾ പൂക്കുമ്പോൾ മലയാളികൾ വിഷുവിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങും. സ്വർണ്ണവർണ്ണമാർന്ന കൊന്നപ്പൂക്കൾ കൊണ്ട് പ്രകൃതിയൊരുക്കുന്ന വിസ്മയ കാഴ്ചയാണ് വിഷുവിന്റെ ഒരു പ്രത്യേകത. വിഷുവിനെക്കുറിച്ച് നിരവധി ഐതിഹ്യങ്ങൾ നിലവിലുണ്ട്. രാമായണവുമായി ബന്ധപ്പെട്ടതും നരകാസുരവധവുമായി ബന്ധപ്പെട്ടതുമാണ് അതിൽ പ്രധാനം. ഐതിഹ്യങ്ങൾക്കപ്പുറം വിളവെടുപ്പിന്റെ ഉത്സവം കൂടിയാണ് വിഷു. കാർഷിക സമൃദ്ധിയുടെ സ്മരണകൾ നിറയുന്ന കണി ഒരുക്കലാണ് വിഷു ആഘോഷത്തിന്റെ പ്രധാന ചടങ്ങുകളിലൊന്ന്. അലങ്കരിച്ച കൃഷ്ണവിഗ്രഹത്തിനു മുൻപിൽ കത്തിച്ചുവെച്ച നിലവിളക്കും ഓട്ടുരുളിയിൽ ഉണങ്ങലരിയും ഫലവർഗ്ഗങ്ങളും അഷ്ടമംഗല്യവും സ്വർണവും പണവും എല്ലാം ഒരുക്കിയാണ് വിഷുക്കണി തയ്യാറാക്കുന്നത്. പുലർച്ചെ എഴുന്നേറ്റ് അമ്മമാർ കുട്ടികളെ കണ്ണുപൊത്തിക്കൊണ്ടുവന്ന് കണി കാണിക്കും. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സമൃദ്ധിയിലേക്കാണ് കണ്ണു തുറക്കുക എന്നതാണ് ഇതിന്റെ സങ്കല്പം. കണി കണ്ടുവന്നാൽ വീടുകളിലെ മുതിർന്നവർ കുട്ടികൾക്ക് വിഷു കൈനീട്ടം നൽകും. ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ സദ്യയും ഉണ്ടാകും. പടക്കങ്ങൾ പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും കുട്ടികൾ ആഘോഷവേള അനശ്വരമാക്കും. സമ്പൽ സമൃദ്ധമായ പോയ കാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ആഘോഷം. എല്ലാ പ്രേക്ഷകർക്കും ജില്ലാ വാർത്തകൾ ടീമിന്റെ വിഷു ആശംസകൾ. നീറ്റ് പരീക്ഷയിൽ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി. കോഴിക്കോട് നടന്ന സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് കോഴിക്കോട് റെസ്റ്റ് ഹൌസിൽ നടന്നു. 17ഓളം കേസുകളാണ് ഇത്തവണ കമ്മീഷന് മുന്നിലെത്തിയത്. വിവിധ ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന സിറ്റിംഗിൽ കേസുകളിലെ തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി, മെമ്പർ കെ പി മറിയുമ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരാതികളിൽ നടപടികൾ ആരംഭിച്ചത്. നീറ്റ് പരീക്ഷയിൽ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിലപാടിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ചെയർമാൻ അഡ്വക്കേറ്റ് എം വീരാൻകുട്ടി പറഞ്ഞു. സിറ്റിംഗിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷങ്ങളെ പേര് പറഞ്ഞ് സ്ഥാപനങ്ങൾ നടത്തി പണം മാത്രം വാങ്ങി അഡ്മിഷൻ കൊടുക്കുന്നത് അത്
പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു സംവിധാനമായിട്ടാണ് കമ്മീഷന് തോന്നുന്നത്. ഭരണഘടനയിൽ അങ്ങനെ അവകാശമുണ്ടെങ്കിൽ പോലും അഡ്മിഷൻ പരിപൂർണമായും മെറിറ്റോറിയസ് ആയിരിക്കണം, മെറിറ്റ് നോക്കി അഡ്മിഷൻ കൊടുക്കാൻ പാടുന്നതാണ് കമ്മീഷന്റെ അഭിപ്രായം. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റുകൾ ലഭിക്കുന്ന പണത്തിനനുസരിച്ചാണ് അഡ്മിഷൻ നടത്തുന്നത്. ന്യൂനപക്ഷങ്ങളെ ചൂഷണം ചെയ്യുന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നതെന്നും ഇത്തരം ചൂഷണങ്ങൾ അവസാനിപ്പിച്ച് മെറിറ്റോടുകൂടി അഡ്മിഷൻ സംവിധാനം പുനഃക്രമീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ജില്ലയിൽ പോലും ന്യൂനപക്ഷങ്ങൾക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമനം സാധ്യമാവുന്നില്ല. ഇത്തരം നയങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിനു നേരെയുള്ള വിവേചനം തടയുമെന്നും സംവരണം കിട്ടേണ്ടവർക്ക് അത് ലഭിക്കാനുള്ള അവസരമുണ്ടാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുസ്ലിം, സിഖ്, ക്രിസ്ത്യൻ, ജൈൻ തുടങ്ങിയ വിഭാഗങ്ങളുടെ പരാതികളാണ് ന്യൂനപക്ഷ കമ്മീഷനു കീഴിൽ വരുന്നത്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാന്റെ നേതൃത്വത്തിൽ ചേരുന്ന വിവിധ ഉദ്യോഗസ്ഥരുടെ സിറ്റിംഗിൽ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയും തെളിവെടുപ്പുകൾ പൂർത്തിയാക്കി നടപടി സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വടക്കൻ മലബാറിലെ പ്രധാന കഞ്ചാവ് ഏജന്റ് പിടിയിൽ. എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡാണ് നടുവണ്ണൂർ സ്വദേശി അർഷാദിനെ 20 പൊതി കഞ്ചാവുമായി കസ്റ്റഡിയിലെടുത്തത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾ 2 ആഴ്ച മുൻപാണ് ജയിലിൽ നിന്നും ഇറങ്ങിയത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ പ്രധാന ടൌണുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് എത്തിച്ചു കൊടുക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്ന യുവാവ് എക്സൈസ് പിടിയിലായി. നടുവണ്ണൂർ തെക്കലെഴുത്ത് അർഷാദിനെയാണ് കോഴിക്കോട് എക്സൈസ് ആൻഡ് നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്ക്വാഡ് CI ഹരികൃഷ്ണൻ, എക്സൈസ് ഇൻസ്പെക്ടർ P മുരളീധരൻ എന്നിവർ ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഇയാളിൽ നിന്നും 20 പൊതി കഞ്ചാവ് പിടികൂടി. കൊയിലാണ്ടി ടൗൺഹാളിന് സമീപമാണ് ഇയാൾ കഞ്ചാവ് വിറ്റിരുന്നത്. എക്സൈസ് പിടികൂടുമെന്ന് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പ്രതിയെ എക്സൈസ് സാഹസികമായി പിടികൂടുകയായിരുന്നു. ഇതിനിടയിൽ സ്ക്വാഡംഗം അവിനാഷിന് പരിക്കേറ്റു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അർഷാദ് 2 ആഴ്ച മുൻപാണ് ജയിലിൽ നിന്നിറങ്ങിയത്. അന്നു മുതൽ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു. കാസർഗോഡ്, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് കഞ്ചാവ് എത്തിച്ചിരുന്നത്. അന്യസംസ്ഥാന തൊഴിലാളികളും ഇയാളുടെ ഇരകളായിരുന്നു. കഴിഞ്ഞ ദിവസം 100 പാക്കറ്റ് ബ്രൌൺ ഷുഗറുമായി കൊയിലാണ്ടി സ്വദേശി ഷാജഹാനെ എക്സൈസ് സ്ക്വാഡ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇയാളുടെ അടുത്ത കൂട്ടാളിയാണ് അർഷാദ് എന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതി അനിശ്ചിതകാല സമരത്തിലേക്ക്. സർക്കാർ ഇടപെട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും സമിതി അറിയിച്ചു. മലാപ്പറമ്പ് AUP സ്കൂൾ അടച്ചുപൂട്ടാനുള്ള DPI ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സ്കൂൾ സംരക്ഷണ സമിതി ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല ഉപരോധ സമരം തുടങ്ങി. സ്കൂളിനു മുന്നിൽ പന്തൽ കെട്ടിയാണ് സമരം നടത്തുന്നത്. സർക്കാർ ഇടപെട്ട് സ്കൂൾ പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ടാക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് സംരക്ഷണ സമിതി ചെയർമാൻ ബാസി മലാപ്പറമ്പ് അറിയിച്ചു. പ്രക്ഷോഭം പ്രദീപ് കുമാർ MLA ആണ് ഉദ്ഘാടനം ചെയ്തത്. കോടതി ഉത്തരവിന്റെയും AEO, DDE എന്നിവരുടെ റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ DPI ആണ് സ്കൂൾ അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടത്. വെള്ളിയാഴ്ച വൈകിട്ട് ഉത്തരവ് കൈമാറി സ്കൂൾ അടച്ചുപൂട്ടി രേഖകളും താക്കോലും കൈപ്പറ്റാൻ സിറ്റി ഉപജില്ലാ ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്കൂൾ സംരക്ഷണ സമിതി തടയുകയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് 5-നകം രേഖകളും താക്കോലും ഉപജില്ലാ ഓഫീസിൽ എത്തിക്കാൻ AEO പ്രധാനാധ്യാപികയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു. അതിനിടെ സ്കൂൾ പൂട്ടി താക്കോൽ സംരക്ഷണ സമിതി ഭാരവാഹികൾ ഏറ്റെടുക്കുകയായിരുന്നു. 2014 പാതിരാത്രി സ്കൂൾ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പൊളിച്ചടുക്കിയതിനെ തുടർന്ന് ഉയർന്നുവന്ന ജനകീയ വികാരമാണ് ഇപ്പോഴും തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ അല്പം ആശ്വാസത്തിന്റെ വിഷുക്കാലമാണ് മലയാളികൾക്ക്. മറുനാട്ടിൽ നിന്നെത്തുന്ന വിഷം നിറഞ്ഞ പച്ചക്കറികൾക്കു പകരം ജൈവ പച്ചക്കറികൾ യഥേഷ്ടം ലഭ്യമാണെന്നതാണ് ഇത്തവണ വിപണിയിൽ നിന്നുള്ള വിശേഷം. കീടനാശിനിയിൽ കുളിച്ച മറുനാടൻ പച്ചക്കറികൾ മാത്രം കഴിക്കേണ്ടിയിരുന്ന ഗതികേട് ഇപ്പോൾ മലയാളികൾക്കില്ല. ജൈവവളം മാത്രം ഉപയോഗിച്ച് മട്ടുപ്പാവിലും വീട്ടുപറമ്പിലും വളർത്തിയ പച്ചക്കറികളുടെ വിളവെടുപ്പ് കാലമാണ് ഈ വിഷുക്കാലം. എല്ലാ വർഷവും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നവർ ഉണ്ടാകാമെങ്കിലും അവയുടെ വിളവെടുപ്പും വിൽപ്പനയും മറ്റും വിവിധ സംഘടനകൾ സമർത്ഥമായി ഏകോപിപ്പിക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. വ്യക്തികൾക്ക് പുറമെ സഹകരണ സംഘങ്ങളും സന്നദ്ധ സംഘടനകളും സ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും വരെ ഇത്തവണ ജൈവ പച്ചക്കറികൾ കൃഷി ചെയ്യുകയും വിളവെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഇത്തവണ ഏറ്റവും സന്തോഷകരം എന്ന് പറയാൻ കഴിയുന്നത് കോഴിക്കോട് ജില്ലക്കകത്ത് എല്ലാ ഭാഗങ്ങളിലും സന്നദ്ധ സംഘടനകളും റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ തന്നെ വ്യാപകമായി ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമികളൊക്കെ തന്നെ പച്ചക്കറിയുടെ ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ മറുനാട്ടിലെ പച്ചക്കറികളെ ആശ്രയിക്കാതെ നമ്മുടെ നാട്ടിലെ പച്ചക്കറി ഉപയോഗിച്ച് വിഷു ഉൾപ്പെടെയുള്ള ആഘോഷങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ പച്ചക്കറികൾ ഉൽപാദനം വർദ്ധിച്ചു എന്നത് ഏറെ സന്തോഷകരമായ ഒരു കാര്യമാണ്.
CPMന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട്ട് 85 ഇടങ്ങളിലാണ് ജൈവ പച്ചക്കറി ചന്തകൾ ആരംഭിച്ചിരിക്കുന്നത്. 2060 ടൺ പച്ചക്കറിയുടെ വിൽപ്പനയാണ് ഇതുവഴി പാർട്ടി ഏകോപിപ്പിക്കുന്നത്. ഇതുകൂടാതെ കോഴിക്കോട് നഗരത്തിലെ ജൈവ പരിസ്ഥിതി കർഷക കൂട്ടായ്മയായ ഗ്രീൻ വ്യൂവിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ ഭവനം എന്ന പേരിൽ പച്ചക്കറി ചന്ത ആരംഭിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബ് പരിസരം, സൌത്ത് ബീച്ച്, ഹിമായത്ത് സ്കൂൾ പരിസരം എന്നിവിടങ്ങളിലാണ് ഗ്രീൻ വ്യൂ സ്റ്റാളുകൾ. ഈ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് ഉപയോഗിക്കാൻ നല്ലൊരു നാടൻ ഇതായിട്ട് പിന്നെ മറ്റേ വില കൂടിയ പച്ചക്കറി വാങ്ങിത്തതില്ല. ശരീരത്തിനും ആരോഗ്യത്തിനൊക്കെ നല്ലതായിട്ട് തോന്നുന്നതാണ്. ഗുരുവായൂരപ്പൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക അനധ്യാപക കൂട്ടായ്മയായ ബോധി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുതലക്കുളം മൈതാനത്തും ജൈവ പച്ചക്കറി ചന്ത ആരംഭിച്ചു കഴിഞ്ഞു. നാടെങ്ങും ജൈവ പച്ചക്കറികൾ ലഭ്യമാകുമ്പോൾ വിഷം തീണ്ടിയ മറുനാടൻ പച്ചക്കറികൾ തന്നെ കഴിക്കേണ്ടതില്ലല്ലോ എന്ന ആശ്വാസത്തിലാണ് നാട്ടുകാർ. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യാ പ്രദർശനം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിയനുകൾ. ഈ അവധിക്കാലം ആർത്തുലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും, കൈത്തറി കരകൗശല പ്രദർശന വിപണനമേള, നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും. വരും ഈ സ്വപ്നനഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിംഗിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. Kalyan Silks. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. വിഷുദിനാഘോഷത്തിന്റെ ഭാഗമായി കാരാട് വ്യത്യസ്തമായ ഒരു പരിപാടി സംഘടിപ്പിച്ചു. സ്മരണ കാരാട് പ്രവർത്തകരാണ് വടക്കുംപാടത്ത് മത്സ്യവിളവെടുപ്പും മീൻപിടുത്ത മത്സരവും സംഘടിപ്പിച്ചത്. പരിപാടി വാഴയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല പാറക്കണ്ടത്തിൽ നിർവഹിച്ചു. വിഷുദിനാഘോഷത്തിന്റെ ഭാഗമായി വാഴയൂർ ഗ്രാമപഞ്ചായത്തിലെ വടക്കുംപാടത്ത് മത്സ്യവിളവെടുപ്പും മീൻപിടുത്ത മത്സരവും നടന്നു. സ്മരണ കാരാട് ക്ലബ്ബ് പ്രവർത്തകരായ രതീഷ്, മുകേഷ്, ലിജു, മുഹമ്മദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രദേശത്തെ മൺകുഴിയിൽ വിവിധ ഇനം മത്സ്യങ്ങളെ വളർത്തിയത്. മീൻപിടുത്ത മത്സര രജിസ്ട്രേഷൻ ഇനത്തിൽ ലഭിക്കുന്ന തുക വയനാട് ചുരത്തിൽ മിനിലോറി മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ പ്രദേശത്തുകാരനായ ഷാനദാസിന്റെ കുടുംബത്തിന് കൈമാറുമെന്ന് സ്മരണ പ്രവർത്തകർ പറഞ്ഞു. വിളവെടുപ്പും മീൻപിടുത്ത മത്സരവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിമല പാറക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. കാരാട് പ്രദേശത്ത്, അതേപോലെ തന്നെ ഈ നഴിഞ്ഞിനം പ്രദേശത്ത് ഇത്തരത്തിലൊരു മത്സ്യക്കൊയ്ത്ത് നടത്തുകയാണ്. കഴിഞ്ഞ സാമ്പത്തിക വർഷം അവർ തുടക്കം കുറിച്ചു. ഇപ്പോൾ അത് അതിന്റെ ഉത്തുംഗത്തിലെത്തിയിരിക്കുകയാണ്. ഒരുപാട് മത്സ്യങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് അതിന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നവിടെ മത്സ്യക്കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്നും വിഭിന്നമായി തന്നെ നമുക്കറിയാം, ഇത് സാധാരണക്കാരായ ആളുകൾക്ക് ഉപയോഗിക്കാവുന്ന മത്സ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ തുടങ്ങിയവർ പങ്കെടുത്ത ചടങ്ങിൽ MP രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസിന്റെ 20ാം വാർഷികം ഏപ്രിൽ 14 മുതൽ 17 വരെ നടത്തും. ഉദ്ഘാടന സമ്മേളനം കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാരും സമാപന സമ്മേളനം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ഉദ്ഘാടനം ചെയ്യും. മർക്കസിന് കീഴിൽ മുക്കം മരഞ്ചാട്ടിയിൽ പ്രവർത്തിച്ചു വരുന്ന മർക്കസ് ഗ്രീൻ വാലി ഫോർ ഗേൾസിന്റെ 20ാം വാർഷിക സമാപന പരിപാടികൾക്ക് ഏപ്രിൽ 14 തുടക്കമാകുമെന്ന് മർക്കസ് ഭാരവാഹികൾ പറഞ്ഞു. കാന്തപുരം AP മുഹമ്മദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും.
വെള്ളിയാഴ്ച വൈകിട്ട് 3 നടക്കുന്ന സൌഹാർദ്ദ സമ്മേളനം കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി എൻ അലി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച രാവിലെ 10 മർക്കസ് ഗ്രീൻ വാലി പൂർവ്വ വിദ്യാർത്ഥിനികളുടെ കുടുംബ സംഗമം നടക്കും. സയ്യിദ് മുഹമ്മദ് തുറാബ് സഖാഫി ഉദ്ഘാടനം ചെയ്യും. ഞായറാഴ്ച വൈകിട്ട് 4 സമാപന സമ്മേളനത്തിന് തുടക്കമാകും. 15 കുട്ടികളുടെ സമൂഹ വിവാഹ ചടങ്ങും ഇതോടൊപ്പം നടക്കും. 7 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അധ്യക്ഷത വഹിക്കും. അഖിലേന്ത്യാ സുന്നി ജമയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സി മുഹമ്മദ് ഫൈസി, ഉനൈസ് മുഹമ്മദ്, യാസർ അറാഫത്ത് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വളരെ പിന്നിൽ കഴിയുന്ന സഹോദരിമാരെ വിദ്യാഭ്യാസം നൽകി മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക. വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആദം മുൽസിയുടെ വിജയം നാടിന് ആവശ്യമാണെന്ന് അഡ്വക്കേറ്റ് പി ശങ്കരൻ ബേപ്പൂർ മണ്ഡലം UDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബേപ്പൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി MP ആദം മുൽസിയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ അഡ്വക്കേറ്റ് പി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ആദം മുൽസിയുടെ വിജയം നാടിന് ആവശ്യമാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ അവനെല്ലാ സദ്ഗുണങ്ങളുടെയും കേടാരം അവൻ വിജയിപ്പിക്കാൻ ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നമുക്ക് ഇറങ്ങണം. നിങ്ങൾ വിചാരിച്ച കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും CMPയുടെയും ഒക്കെ പ്രവർത്തകന്മാർ വിചാരിച്ച ഈ ആവശ്യം ഉറപ്പായിട്ട് ജയിക്കണം. ഒരു കാര്യം പറയാം, മാർക്സിസ്റ്റ് പാർട്ടിയിൽ എക്കാലത്തെയും ഒരിക്കൽ പോലും ഇല്ലാത്തവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ആ പാർട്ടി തലത്തിൽ ഒരു സ്ഥലത്തല്ല എല്ലാ സ്ഥലത്തും. ചടങ്ങിൽ MI മുഹമ്മദ് ഹാജി അധ്യക്ഷം വഹിച്ചു. TK അബ്ദുൽ ഗഫൂർ, മുഹമ്മദ് കോയ M, AM അനിൽകുമാർ, കുഞ്ഞി മൊയ്തീൻ, രാജീവൻ തിരുവച്ചിറ, ജബ്ബാർ മാസ്റ്റർ, രാധാകൃഷ്ണൻ, VP ബഷീർ, KV ജയകൃഷ്ണൻ, മുഹമ്മദ് കോയ PK, ഷാനവാസ് മാരാത്ത് തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചന്തകളത്ര പുതിയത് തുടങ്ങിയാലും മലബാറുകാർ ഏതാഘോഷങ്ങൾക്കും ഓടിയെത്തുക പാളയം മാർക്കറ്റിലാണ്. വിഷു പ്രമാണിച്ച് പാളയത്ത് പച്ചക്കറി വാങ്ങാൻ വൻ തിരക്കാണ് ഇത്തവണയും അനുഭവപ്പെട്ടത്. മലബാറുകാർക്ക് ഏതാഘോഷങ്ങൾക്കും പാളയം മാർക്കറ്റിനെ ഒഴിവാക്കാൻ കഴിയില്ല. എന്നും തിരക്കനുഭവപ്പെടുന്ന നഗരത്തിന്റെ സ്വന്തം മാർക്കറ്റിൽ വിഷു പ്രമാണിച്ചും വലിയ തിരക്കു തന്നെയാണ് അനുഭവപ്പെട്ടത്. വിഷു വിപണിയിൽ താൽക്കാലിക ചന്തകൾ സജീവമായി കഴിഞ്ഞെങ്കിലും സാധാരണക്കാരിലേറെയും പാളയം മാർക്കറ്റിനെ തന്നെയാണ് ആശ്രയിക്കുന്നത്. മൊത്ത വിപണിയിലെ ചില്ലറ വിൽപ്പനയിൽ പൂർണ്ണ തൃപ്തരുമാണ് ഇവർ. വ്യക്തികളും മറ്റ് സഹകരണ സ്ഥാപനങ്ങളും ഒരുക്കിയ ചന്തകളെ തേടി പോകുന്നവരും പാളയം മാർക്കറ്റിൽ തന്നെ തിരിച്ചെത്തുന്നു. കാരണം ഉള്ളി, ഉരുളക്കിഴങ്ങ്, കാരറ്റ്, വെളുത്തുള്ളി, ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികൾ മറുനാടൻ പച്ചക്കറികളായി വിപണി കൈയടക്കുന്ന വിഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ വിലയിൽ പാളയം മാർക്കറ്റിൽ തന്നെ അതിനെ ആശ്രയിച്ചു പോകണം. കണിവെള്ളരിക്കും ആവശ്യക്കാർ പാളയത്തെത്തുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇവിടെ പച്ചക്കറി വില വിഷു പ്രമാണിച്ചും സാധാരണ നിരക്കിൽ തന്നെയാണ്. അതുകൊണ്ട് സാധാരണക്കാരന് താങ്ങാനാവുന്ന വിപണനമാണ് നടക്കുന്നത്. പയറിന് മാത്രമാണ് ഈ പ്രാവശ്യം വില ഉയർന്നത്. കിലോ 60 രൂപ. എന്നാലും ആവശ്യക്കാർ ഏറെയാണ്. ഇതോടെ നഗരത്തിന്റെ പച്ചക്കറി വിപണനം നടത്തുന്ന ഈ പാളയം മാർക്കറ്റ് മറ്റു വിപണികളെ പോലെ വിഷുവിനെ വരവേൽക്കാൻ സജീവമായി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ സഹകരണ ആശുപത്രിയുടെ ആരോഗ്യ പരിരക്ഷ ഓഹരി അധിഷ്ഠിത ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി. നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജില്ലാ സഹകരണ ആശുപത്രി നടപ്പാക്കുന്ന ആരോഗ്യ പരിരക്ഷ ഓഹരി അധിഷ്ഠിത ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി. നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പ്രസംഗം ഒരു നല്ല കലയാണ്. ആ കളിയിൽ പ്രഗത്ഭരായ പലരും ഈ വേദിയിലും സദസ്സിലും ഉണ്ടാവാം. ആ കളിയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അഭിനയം മറ്റൊരു കലയാണ്. യാദൃശ്ചികമായി ആ കളിയുമായി ഞാൻ ബന്ധപ്പെട്ടു. ആശുപത്രിയിൽ 50 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഇതിനായി പണം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിക്ക് രൂപം നൽകിയത്. 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഓഹരിയെടുക്കുന്നവർക്ക് ചികിത്സാ ചെലവിൽ ഇളവ് നൽകുന്നതാണ് പദ്ധതി. ചടങ്ങിൽ M ഭാസ്കരൻ അധ്യക്ഷം വഹിച്ചു. AV സന്തോഷ് കുമാർ പദ്ധതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ രവീന്ദ്രൻ, കൌൺസിലർ TC ബിജുരാജ്, ഡയറക്ടർ ഡോക്ടർ അരുൺ ശിവശങ്കർ, AK മോഹനൻ തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം പ്രചാരണ പ്രവർത്തനത്തിൽ സജീവമായി കഴിഞ്ഞു.
ബേപ്പൂർ മണ്ഡലം BJP സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബുവിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി. ആദ്യഘട്ടത്തിൽ ഫറോക്ക് മേഖലകളിലെ വീടുകളിലും പ്രദേശങ്ങളിലും കയറിയിറങ്ങിയാണ് പ്രചാരണം നടന്നത്. ആദ്യഘട്ട പ്രചാരണം ഏതാണ്ട് പൂർത്തിയായപ്പോൾ രണ്ടാം ഘട്ടത്തിൽ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കാനാണ് തീരുമാനം. പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ആളുകളാണ് പ്രകാശ് ബാബുവിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത്. ബേപ്പൂരിന്റെ ഒരു ചരിത്രം, അതായത് ഇവിടുത്തെ ഹാർബർ വികസനം, അതേപോലെ തന്നെ നിർദ്ദേശവുമായി ബന്ധപ്പെട്ടിട്ട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുള്ള അവഗണന, അതേപോലെ തന്നെ വ്യവസായ സംരംഭങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു മണ്ണിനെ അതിന്റെ ശവപ്പറമ്പാക്കി മാറ്റിയെന്ന് മാത്രമല്ല, ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ ഉൾപ്പെടുന്ന വലിയ വ്യവസായ സംരംഭങ്ങളുടെ മാത്രം സ്വകാര്യ വ്യവസായശാലകളായി വളർന്നു. പൊതുവെ ഈ മേഖലകളിൽ പരമ്പരാഗത ഓട് നിർമ്മാണ കേന്ദ്രങ്ങൾ തകർന്നു. ABVP-യിലൂടെ പൊതുപ്രവർത്തനം തുടങ്ങിയ അദ്ദേഹം RSS മണ്ഡലം ബൌദ്ധിക് പ്രമുഖ്, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. നിലവിൽ യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's fine as gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഈ അവധിക്കാലം ഒരാഘോഷമാക്കാൻ കാലിക്കറ്റ് എക്സ്പോ കോഴിക്കോട് സ്വപ്നനഗരിയിൽ ഏപ്രിൽ 1 മുതൽ എല്ലാ ദിവസവും 4 മണി മുതൽ 9 മണി വരെ വിജ്ഞാനത്തിനും വിനോദത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അഖിലേന്ത്യാ പ്രദർശനം. കേരളത്തിൽ ആദ്യമായി റോബോട്ടിക് എക്സിബിഷൻ, അത്യാകർഷകമായ പവലിയനുകൾ. ഈ അവധിക്കാലം ആർത്തുല്ലസിക്കാൻ അമ്യൂസ്മെന്റ് പാർക്കുകളും വിവിധതരം റൈഡുകളും, കൈത്തറി കരകൗശല പ്രദർശന വിപണനമേള, നാവിൽ കൊതിയൂറും പുത്തൻ രുചിക്കൂട്ടുമായി ഫുഡ് കോർട്ട്, ഒപ്പം ഫ്ലവർ ഷോയും. വരും ഈ സ്വപ്നനഗരിയിലെ ഉത്സവരാവുകളിൽ നമുക്കും പങ്കുചേരാം. വാർത്തകൾ തുടരുന്നു. വലിയ മുന്നേറ്റമാണ് NDA ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കുകയെന്ന് BDJS കേന്ദ്ര കമ്മിറ്റി അംഗം അരയാക്കണ്ടി സന്തോഷ്. NDAയോട് പലർക്കും നേരത്തെ ഉണ്ടായിരുന്ന അയിത്തം ഇന്ന് അവസാനിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. NDA സൌത്ത് മണ്ഡലം സ്ഥാനാർത്ഥി സതീഷ് കുറ്റീലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദേശീയ ജനാധിപത്യ സഖ്യം കോഴിക്കോട് സൌത്ത് മണ്ഡലം സ്ഥാനാർത്ഥി സതീഷ് കുറ്റീലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റി ഓഫീസ് പറയഞ്ചേരിയിൽ ഉദ്ഘാടനം ചെയ്തു. BDJS കേന്ദ്ര കമ്മിറ്റി അംഗം അരയാക്കണ്ടി സന്തോഷ് ഉദ്ഘാടനം നിർവഹിച്ചു. UDF, LDF മുന്നണികൾ മാറി മാറി ഭരിക്കുന്ന സമീപനം മാറിയാലേ നാടിന് രക്ഷയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. NDAയുടെ പലർക്കും നേരത്തെയുണ്ടായിരുന്ന അയിത്തം ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് തെരഞ്ഞെടുപ്പിൽ NDA ഉണ്ടാക്കാൻ പോകുന്നത്. സംസ്ഥാനത്ത് വൻ പടക്ക ദുരന്തമുണ്ടായപ്പോൾ ഭരണകക്ഷികളും പ്രതിപക്ഷ കക്ഷികളും പരസ്പരം ആരോപണങ്ങളുമായി നിൽക്കുകയായിരുന്നു. ദുരന്തത്തെ ആഘോഷിക്കുകയായിരുന്നു ഇരു മുന്നണികളും. അവിടെ NDAയുടെ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. പോലീസ് നിഷ്ക്രിയമായ സ്ഥലത്തേക്ക് മെഡിക്കൽ സംഘത്തെയും നയിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി എത്തിയത്. വെടിക്കെട്ട് നടത്താൻ പോലീസ് രേഖാമൂലം അനുമതി നൽകിയില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാരിന്റെ സ്വാധീനം ചെലുത്തി അനുമതി വാങ്ങിക്കൊടുക്കാൻ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ശ്രമിക്കുകയായിരുന്നുവെന്ന് തെളിഞ്ഞിരിക്കുകയാണെന്നും അരയാക്കണ്ടി പറഞ്ഞു. SNDPക്ക് വളരെ അനുകൂലമായ സാഹചര്യമാണുള്ളതെന്ന് BJP മേഖലാ ജനറൽ സെക്രട്ടറി P. രഘുനാഥ് പറഞ്ഞു. കേരളത്തിൽ ഇരു മുന്നണികളും കഴിഞ്ഞ 50 വർഷമായി കട്ടുമുടിച്ചുകൊണ്ടിരിക്കുകയാണ്. NDAയുടെ മുന്നേറ്റം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഇത്തവണ BDJS പോലുള്ള നിരവധി സംഘടനകൾ NDAക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ടെന്നും രഘുനാഥ് പറഞ്ഞു. PK അജിത് കുമാർ അധ്യക്ഷം വഹിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് TP ജയചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. BDJS സൌത്ത് മണ്ഡലം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കരിപ്പാലി, BJP ജില്ലാ ജനറൽ സെക്രട്ടറി P. ജിജേന്ദ്രൻ, നമ്പിടി നാരായണൻ, TV ഉണ്ണികൃഷ്ണൻ, BK പ്രേമൻ, PC അശോകൻ, ഷാജു ചമ്മിണി, സതീഷ് കുറ്റി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തന്റെ ശരീരത്തിന്റെ വേദനയെ മറന്ന് ഊർജ്ജസ്വലയാവുകയാണ് ചേന്ദമംഗലൂർ സ്വദേശിനി ആമിന. അർബുദത്തെ കാർഷിക വൃത്തിയിൽ അതിജീവിച്ച ആത്മവിശ്വാസത്തിലാണ് ഈ വീട്ടമ്മ. അർബുദമെന്ന മാരകരോഗം ശരീരത്തെ കാർന്നു തിന്നുമ്പോഴും തളരാത്ത മനസ്സുമായി ജീവിതത്തിന്റെ പച്ചപ്പിലേക്ക് നടന്നുകയറാൻ വെസ്റ്റ് മാമ്പറ്റ ചേന്നമംഗലൂർ കല്ലുവെട്ടുകുഴിയിൽ ആമിനയെ സഹായിച്ചതും സജ്ജമാക്കിയതും മനസ്സിന്റെ ആഴങ്ങളിൽ വാടാതെ നിന്ന പച്ചക്കറിയോടുള്ള പ്രണയമാണ്. മധ്യവയസ്സിനെടുത്ത ഏതൊരു മലയാളിക്കും അന്യമല്ലാത്ത പ്രമേഹവും രക്തസമ്മർദ്ദവും മുതൽ അർബുദത്തിനു വരെയുള്ള 7ഓളം ശസ്ത്രക്രിയകൾ കഴിഞ്ഞ ആമിന തന്റെ വിധിയെക്കുറിച്ചോർത്തും തന്നെക്കുറിച്ചോർത്തും നെടുവീർപ്പിട്ട് തന്റെ രോഗാവസ്ഥയോട് സമരസപ്പെടുകയായിരുന്നില്ല. മറിച്ച് തന്റെ വീടിനോട് ചേർന്ന ഇത്തിരി സ്ഥലത്ത് വിവിധതരം പച്ചക്കറികളും ഔഷധച്ചെടികളും നട്ടുവളർത്തി അവയെ നനച്ചും പരിപാലിച്ചും അവ തരുന്ന 100 മേനി വിളവ് കണ്ട് ആഹ്ലാദിച്ചും തന്റെ ശരീരത്തിന്റെ വേദനയും മാനസിക സമ്മർദ്ദവും മറന്ന് തന്നെ ഊർജ്ജസ്വലമാക്കുകയാണ്.
ചേന്ദമംഗലൂർ UP സ്കൂളിൽ നിന്നും ഉറുദു അധ്യാപകനായി വിരമിച്ച CT അബ്ദുൽ ലത്തീഫിന്റെ ഭാര്യയായ ആമിന 25 സെന്റ് പുരയിടത്തിലെ അടുക്കളത്തോട്ടത്തിൽ നിന്ന് വിളയിച്ചെടുക്കുന്നത് തക്കാളി, വെണ്ട, ചുരങ്ങ, പാവയ്ക്ക, കോവയ്ക്ക, പടവലം, മത്തൻ, കക്കിരി തുടങ്ങിയ വിവിധയിനം പച്ചക്കറികളാണ്. 6ഓളം ഇനങ്ങളിലുള്ള വഴുതിന, വിവിധതരം പച്ചമുളക്, ചീരകൾ എന്നിവയുമുണ്ട്. തീർത്തും ജൈവ രീതിയിലാണ് കൃഷി. വീട്ടിലെ ബയോഗ്യാസിലെ സ്ലറി വളമായി ഉപയോഗിക്കുന്നു. ചെറുപ്പം മുതൽ തന്റെ വീട്ടിൽ കണ്ടുവന്ന മാതാപിതാക്കളുടെ കൃഷി തന്നെയാണ് പ്രചോദനം. ഭർത്താവിന്റെയും സഹായത്തിനായി കൂടെയുള്ള സിന്ധുവിന്റെയും നിർലോഭമായ പിന്തുണയും ആമിനയ്ക്കുണ്ട്. മാർക്കറ്റിൽ ലഭിക്കുന്ന വിഷമയമായ പച്ചക്കറി ഭക്ഷിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടാം എന്നു മാത്രമല്ല ആമിനയുടെ ഈ കൃഷി കൊണ്ട് ലക്ഷ്യമിടുന്നത് വിളഞ്ഞു നിൽക്കുന്ന ഈ പച്ചക്കറി ചെടികൾ തന്റെ മനസ്സിന് നൽകുന്ന സന്തോഷത്തിന് പകരം വയ്ക്കാൻ മറ്റൊന്നില്ല എന്ന തിരിച്ചറിവ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, മുക്കം. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ പീസ് റേഡിയോ സൈൻ അപ്പ് കോൺഫറൻസ് ഏപ്രിൽ 16 കോഴിക്കോട്ട് നടക്കും. സമൂഹത്തിന്റെ ധാർമ്മിക ബോധവും പൌരബോധവും വളർത്തിയെടുക്കുന്നതിന് ഊന്നൽ നൽകിയാണ് റേഡിയോ ആരംഭിക്കുന്നതെന്ന് സാരഥികൾ പറഞ്ഞു. വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി ആരംഭിക്കുന്ന പീസ് റേഡിയോയുടെ ജില്ലാതല സൈൻ അപ്പ് കോൺഫറൻസ് ഏപ്രിൽ 16 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് കോഴിക്കോട് സ്പാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. സമൂഹത്തിന്റെ ധാർമ്മിക ബോധവും പൌരബോധവും വളർത്തിയെടുക്കുന്നതിന് ഊന്നൽ നൽകി ആരംഭിക്കുന്ന റേഡിയോയിൽ 52 ഇനം പ്രോഗ്രാമുകളാണ് സംപ്രേഷണം ചെയ്യുക. 24 മണിക്കൂറും സംപ്രേഷണം ചെയ്യുന്ന റേഡിയോയിൽ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾക്ക് വരെ വിജ്ഞാനം ലഭിക്കുന്ന വിവിധ പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു. വ്യക്തി, കുടുംബം, സാമൂഹിക ജീവിതം, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യം, പൊതുകാര്യങ്ങൾ, നിയമം തുടങ്ങിയ ഇനങ്ങളിൽപ്പെടുന്ന വിവിധ പ്രോഗ്രാമുകൾക്ക് പ്രാമുഖ്യം നൽകും. സൈനപ്പ് കോൺഫറൻസിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി MK മുനീർ, വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ വൈസ് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ, പ്രദീപ് കുമാർ MLA, കോഴിക്കോട് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും സാരഥികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലെ 16 കേന്ദ്രങ്ങളിലായിക്കൊണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ പുറത്ത് ബാംഗ്ലൂർ, സൗദി അറേബ്യ, ഷാർജ, ഖത്തർ, ബഹ്റൈൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഈ വരുന്ന 16 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് അതിന്റെ സൈനപ്പ് പ്രോഗ്രാം നടക്കാനിരിക്കുകയാണ്. വടകര മേഘ മൽഹാർ ഹിന്ദുസ്ഥാനി സംഗീത വിദ്യാലയത്തിന്റെ 1ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മേഘ മൽഹാർ സംഗീത സമാരോഹ് നടത്തും. പ്രഥമ ശരത്ചന്ദ്ര മറാഠെ സംഗീത പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് സമർപ്പിക്കുമെന്നും സാരഥികൾ പറഞ്ഞു. വടകര മേഘ മൽഹാർ ഹിന്ദുസ്ഥാനി സംഗീത വിദ്യാലയത്തിന്റെ 1ാം വാർഷികാഘോഷ പരിപാടികൾ ഏപ്രിൽ 23, 24 തീയതികളിൽ വടകരയിൽ നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ആഘോഷങ്ങളുടെ ഭാഗമായി അഖില കേരള ഗസൽ ആലാപന മത്സരവും ഹിന്ദുസ്ഥാനി സംഗീത മത്സരവും ലളിതഗാന മത്സരവും നടത്തും. വടകര BM ഹൈസ്കൂളിലാണ് സംഗീത മത്സരങ്ങളും താൻസൻ സമാരോഹ് എന്ന സംഗീതാരാധനയും നടത്തുക. ഏപ്രിൽ 24 വടകര ടൗൺ ഹാളിൽ നടത്തുന്ന സാംസ്കാരിക സായാഹ്നത്തിൽ പ്രഥമ ശരത്ചന്ദ്ര മറാഠെ സംഗീത പുരസ്കാരം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിക്ക് സമർപ്പിക്കും. പരിപാടി ചെറുകഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. ഹിന്ദുസ്ഥാനി സംഗീതജ്ഞൻ CS അനിൽദാസ് മാസ്റ്റർ ശരത്ചന്ദ്ര മറാഠെ അനുസ്മരണം നടത്തും. പരിപാടികളിൽ VT മുരളി മുഖ്യാതിഥിയായി സംബന്ധിക്കും. വടകര കൃഷ്ണദാസ്, വടകര കുഞ്ഞിമൂസ തുടങ്ങിയവരെ ആദരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രഥമ ശരത്ചന്ദ്ര മറാഠെ പുരസ്കാരം ഈ വർഷം തൊട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും, അത് കൊടുക്കും. അതിന്റെ ഒരു വേദി ഞങ്ങൾ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതം നല്ല രീതിയിൽ അത് കാണിച്ചുകൊണ്ട് തന്നെ അതിന്റെ എല്ലാവിധ കൈവഴികളും കാണിച്ചുകൊണ്ട് തന്നെ ആ വേദിയിൽ വെച്ച് കൊടുക്കും എന്നുള്ളതാണ്. വാർത്തകൾ ചുരുക്കത്തിൽ. പുരോഗമന കലാ സാഹിത്യ സംഘവും കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷനും സംയുക്തമായി T ശിവദാസ് അനുസ്മരണം നടത്തി. എഴുത്തുകാരൻ KP രാമനുണ്ണി ഉദ്ഘാടനം ചെയ്തു. KGOA ജില്ലാ സെക്രട്ടറി PP സുധാകരൻ അധ്യക്ഷനായിരുന്നു. U ഹേമന്ത് കുമാർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. KN കുഞ്ഞാമത്, പ്രൊഫസർ V സുകുമാരൻ, പ്രൊഫസർ PP അബൂബക്കർ, ജാനമ കുഞ്ഞുണ്ണി, VB നായർ, KKC പിള്ള, ഭാസി മലാപ്പറമ്പ്, G ശശികുമാർ, P സൗദാമിനി എന്നിവർ സംസാരിച്ചു. പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി TV സുരേഷ് സ്വാഗതവും PMV പണിക്കർ നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊൻകണിയൊരുക്കി മേടമാസ പുലരിയെ വരവേറ്റ മലയാളികൾ. നീറ്റ് പരീക്ഷയിൽ ന്യൂനപക്ഷങ്ങളുടെ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തുന്ന നിലപാടിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് M വീരാൻകുട്ടി. വടക്കൻ മലബാറിലെ പ്രധാന കഞ്ചാവ് ഏജന്റ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ പിടിയിൽ.
ഏവർക്കും ഹൃദ്യമായ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.